ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും ഗായകൻ മധു ബാലകൃഷ്ണനും അടക്കമുള്ളവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാൻ സമീപിച്ച് ബി.ജെ.പി. നേതാക്കൾ ക്ഷണിച്ചിരുന്നതായും രാഷ്ട്രീയത്തിലേക്കില്ല എന്നും ഗായകൻ മധു ബാലകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. തൃശൂരിൽ പത്മജ വേണുഗോപാൽ താൽപര്യം പ്രകടിപ്പിച്ചതോടെ എം.ടി. രമേശിന് സാധ്യത മങ്ങി. തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിനില്ല എന്ന് ബി.ഡി.ജെ.എസ് മുന്നണിയിൽ അറിയിച്ചു. ഈ മാസം അവസാനം ആദ്യഘട്ട പട്ടിക ബി.ജെ.പി. പുറത്തിറക്കും. പത്മജ വേണുഗോപാലിനെയാണ് തൃശൂരിൽ പരിഗണിക്കുന്നത്. ഇതോടെ മുതിർന്ന ജനറൽ സെക്രട്ടറിയായ എം.ടി. രമേശിന് അവസരം നഷ്ടമാകും. തൃശൂരില്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന് എം.ടി. രമേശ് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. ഗായകൻ മധു ബാലകൃഷ്ണനെ മത്സരിപ്പിക്കാൻ പാർട്ടി നീക്കം നടത്തിയെങ്കിലും തൽക്കാലം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് മധു ബാലകൃഷ്ണൻ അറിയിച്ചു. അതെ, ഇപ്പൊ തൽക്കാലം താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്സിലേക്ക് ഇപ്പൊ താല്പര്യമില്ല. നിലവിലെ കരിയറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സഞ്ജു സാംസണെയും ബി.ജെ.പി. സമീപിച്ചിട്ടുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. തൃശൂരിൽ അവസരം കിട്ടിയില്ലെങ്കിൽ എം.ടി. രമേശ് വിട്ടുനിൽക്കും. പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടന്നതെന്ന് എം.ടി. രമേശ് പ്രതികരിച്ചു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസ്, വട്ടിയൂർക്കാവിൽ ആർ. ശ്രീലേഖ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, മഞ്ചേശ്വരത്ത് കെ. സുരേന്ദ്രൻ, തിരുവനന്തപുരത്ത് കരമന ജയൻ, ചിറയൻകീഴ് ആശാനാഥ്, തിരുവല്ലയിൽ അനൂപ് ആന്റണി, പാലയിൽ ഷോൺ ജോർജ്, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതി, ചാത്തന്നൂരിൽ ബി ഗോപകുമാർ, അമ്പലപ്പുഴയിൽ അരുൺ അനിരുദ്ധൻ, നെന്മാറയിൽ പ്രശാന്ത് ശിവൻ, കരുനാഗപ്പള്ളിയിൽ ജിതിൻ ദേവ്, കാഞ്ഞിരപ്പള്ളിയിൽ എൻ ഹരി, മണനൂരിൽ പി അനീഷ്, പുതുക്കാട് എ നാഗേഷ് എന്നിവരാണ് മറ്റ് പരിഗണനാ പട്ടികയിലുള്ളവർ. കായംകുളം, അരൂർ, കുട്ടനാട് മണ്ഡലങ്ങൾ ബി.ഡി.ജെ.എസിന് തന്നെ നൽകും. തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിനില്ലെന്നാണ് സൂചന. റിപ്പോർട്ടർ, കോഴിക്കോട്.